ഇത് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറി. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്റെ ഫോട്ടോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. കണ്ടോടി. ഇതാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. അതായത് റയർ റീൽസ് നമുക്കറിയില്ല, സന്ദീപ് ഇടപ്പാട്. അപ്പോൾ പുള്ളിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത വരുന്നുണ്ട്. വാർത്ത വന്നു, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. വാർത്ത വന്ന് ഇന്ന് പുള്ളിക്ക് ജാമ്യം കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ഇന്നലെ എൻ്റെ അടുത്ത് ഈ ഒരു വിഷയം പലരും വിളിച്ചു പറഞ്ഞു. ആ വാർത്ത വന്നു, ഇതുപോലെ ആരാണ് കേസ് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ, അടുത്ത എൻ്റെ പേരിലായിരിക്കും കേസ്, കാരണം എൻ്റെ നമ്പർ ഇങ്ങനെ പലയിടത്തും തിരക്കിയെന്ന് അറിയുന്നുണ്ട്. ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്, എൻ്റെ പേരിൽ ഒരു കേസ് വരും എന്നുള്ളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതൊരിക്കലും ഫാദറിൻ്റെ വഴിക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഫാദറിനെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. ചിലപ്പോൾ രേണു സുധീരയുടെ വഴിയായിട്ട് കേസ് വരുമായിരിക്കും. അത് ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു കൊള്ളാം, അതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നുള്ളത്. പക്ഷെ സന്ദീപിൻ്റെ കേസിൽ ഇവിടെ കലാപാഹ്വാനം നടത്തി എന്നുള്ളതാണ് ഇത്. സത്യം പറഞ്ഞാൽ സന്ദീപായിട്ട് എനിക്ക് ഇതുവരെ ഡയറക്റ്റ് ബന്ധമില്ല. ഞാൻ ഇതുവരെ സന്ദീപിനെ വിളിച്ചിട്ട് ഒരു സന്ദീപിൻ്റെ നമ്പറും എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ്. ഓക്കെ. അതായത് അവരുടെ സഭയ്ക്കെതിരായിട്ട് പറഞ്ഞ ഒരു കലാപാഹ്വാനം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ രേണു സുധീരെ കേസ്, ഞാൻ ഈ രേണുവിൻ്റെ ആ ഒരു അസുഖം വന്നിട്ട് അങ്ങ് വിട്ടതാണ്. രേണു സുധിക്കെതിരായിട്ട് ഞാൻ പിന്നെ വീഡിയോ ചെയ്തത് കിച്ചുവിനെതിരായിട്ട് ചിലർ വന്ന് പരാമർശിച്ചപ്പോൾ മാത്രമാണ് ആ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തത്. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യാറില്ല. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ നോക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സന്ദീപിൻ്റെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യാറില്ല. എന്താണ് ഫാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ചോദിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഈ പറയുന്ന എന്താണ് ഈ ഫാദറിനെ പറ്റി, ഫാദറിൻ്റെ മുൻകാല ചരിത്രങ്ങൾ അങ്ങനെ എന്തൊക്കെ സംസാരിച്ചെന്ന് പുള്ളിക്ക് വരെ ഒരുപാട് ഈ പറയുന്ന എന്താണ് പിന്നീട് എന്തോ ഭാര്യമാരുണ്ടെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, മുൻപ് ഈ ഫാദറിനെ പറ്റി ഇങ്ങനെ ഫാദറിന് വേറെ ബന്ധങ്ങളുണ്ട്, ഫാദറിന് വേറെ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെയൊക്കെ ഞാൻ കേട്ടത് എനിക്കൊന്ന് രേണു സുധി എന്തോ ഒരു ലൈവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത്, ഇങ്ങനെ ഫാദറിനെ പറ്റി ഒരു അലിഗേഷൻ കേൾക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ഫാദറുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴത്തെ ഒരു അലിഗേഷൻ ഒരു ഇതായിട്ട് അങ്ങ് വിട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വന്ന കുറച്ച് തംബ്നെയിൽ വെക്കും കേട്ടോ. തംബ്നെയിൽ വന്നു വെച്ചാൽ ഈ പുള്ളിക്ക് അടുത്ത നമ്മുടെ ശ്രീധുവിനെ കുറിച്ച് കുറച്ച് പറയാം. എൻ്റെ കേസിൻ്റെ കുറച്ച് അപ്ഡേറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം. ശ്രീധു ഇട്ടിട്ടുണ്ട്, സന്ദീപിനി പുറം ലോകം കാണില്ല, സാക്ഷി തങ്കപ്പൻ ചേട്ടനും. ഏത് വകയിലെ ചേട്ടൻ? അവരുടെ മകളാണ് തങ്കപ്പൻ്റെ മകളാണ് ഈ പറയുന്ന രേണുവിൻ്റെ മകൻ വരെ ഏതാണ്ട് ശ്രീധുവിൻ്റെ വയസ്സിൻ്റെ അടുപ്പത്തോട് ഒരു 4-5 വയസ്സിൻ്റെ വ്യത്യാസം കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ എങ്ങനെ തങ്കപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. അതായത് സന്ദീപിനി പുറം ലോകം കാണില്ല എന്നുള്ളതാണ്. സന്ദീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുള്ളി സഭയെ ആക്ഷേപിച്ചു, അതിനെപ്പറ്റി ഞാൻ നോക്കിയിട്ടില്ല. ശരി, ഓക്കെ, കേസ് കൊടുക്കുന്ന വകുപ്പുണ്ടെന്ന് കരുതിക്കൂ. പക്ഷേ ഈ പുള്ളിക്ക് ഒരു വക്കീൽ നോട്ടീസ് വന്നു. വക്കീൽ നോട്ടീസ് വന്നിട്ട് പുള്ളി 23-ാം തീയതി അങ്ങനെ എന്തോ നേരിട്ട് പിന്നെ സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളാം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് ഒരു അറിയിപ്പും ഇല്ലാതെ വന്ന്, അതായത് അറസ്റ്റ് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഒരിക്കലും പിന്നെ ഈ പറയുന്ന ജാമ്യം കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുത്തു വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ സന്ദീപ് അതിനുശേഷം വന്നതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചെറിയ ഭാഗം. സെൻട്രൽ ജയിലിലാണ് ഇപ്പൊ കിടക്കണത്. അനീഷ് വ്ലോഗിനൊക്കെ ആരാണോ ഇൻഫർമേഷൻ കൊടുത്തത്, ജാമ്യം കിട്ടിയിട്ട് പോണ വഴിയാണ്. ഇവിടെ റൂമിൽ കയറിയിട്ട് ഒന്ന് കുളിക്കണം, ഒന്ന് പല്ലേക്കാണ്ട്, പല്ലേച്ചില്ല, പിന്നെ പറ്റുമെങ്കിൽ ഒന്ന് തൂറണം. അനീഷേ തൂറിയിട്ടൊക്കെ പോകുള്ളൂട്ടാ. എടാ എനക്കൊക്കെ എന്തിന്റെ കേടാടാ, വല്ലവരും എറിഞ്ഞു തരണം അപ്പക്കഷ്ണം തിന്നിട്ട് ഊളത്തരം പറഞ്ഞിരിക്കാൻ. എനിക്കത് വേറെ പണിയില്ലേത് ചോദിക്കാനുള്ളത്. ഞാൻ തൂറിയിട്ടൊക്കെ പോകണം. സന്ദീപ് ധൈര്യമായിട്ട് നീ തൂറിയിട്ടൊക്കെ ഒന്ന് വയറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വിഷയം ഇപ്പോൾ സംസാരിക്കും, കാരണം ഞാൻ സംസാരിച്ചില്ലെങ്കിൽ കാരണം ഈ പറയുന്ന ചതിച്ചുകൊണ്ട് അപ്പം എൻ്റെ പേരിൽ വന്ന അലിഗേഷൻസ് ഉണ്ടല്ലോ, എൻ്റെ പേരിൽ വ്യാജ തെളിവുകൾ പുറത്ത് വിട്ട് ഇവിടെ കിടന്ന് മെഴുകുന്നവരുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവരെയൊക്കെ എനിക്കറിയാം. അവരെല്ലാം ഇതെങ്ങനെയാണ് ഈ ഒരു വ്യാജ തെളിവ് ആരു വഴിയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് A to Z എനിക്കറിയാം. ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഇടാം. ചുമ്മാ ഞാൻ എന്തിനാ വന്നിട്ട് വെല്ലുവിളിച്ച് ഞാൻ അന്ന് കാണിച്ചു തരാം, മറ്റത് കാണിച്ചു തരാം, എൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കേസുപരമായിട്ട് വിളിക്കുമ്പോൾ മതിയല്ലോ എന്നുള്ളതാണ്. അതിനെക്കാട്ടി എനിക്ക് പറയാനുള്ള മറ്റൊരു സാധനം, അതായത് ഈ ശ്രീധു ഈ പറയുന്ന ആരെ വെല്ലുവിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ സൈബർ പോലീസിനെയാണ് ശ്രീധു വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ ഒരു പോസ്റ്റ് ഇട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിച്ചില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാമേ, കുറച്ച് ഭാഗ്യമുള്ളൂ. എന്നിട്ട് ഒറിജിനൽ താക്കോൽ നമ്മുടെ കൈവശമുണ്ട്, എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാലും ഒറിജിനൽ പോയാകില്ല. വെരി ഗുഡ്. അതെ, എത്ര ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാലും
ഒറിജിനലെ പോലെ ആകില്ല ശ്രീതു, ആകില്ല. ഈ ഒറ്റ ഒരു വീഡിയോ ഇട്ടു, അതിന്റെ എല്ലാവരെയും ഹൈഡ് ചെയ്ത് കാര്യം സോൾവ് ആക്കാൻ നോക്കിയതാ. അതിന്റെ ആവശ്യം നിനക്ക് നീ സത്യത്തിന്റെ കൂടെ നിന്നാൽ മതി. ആരെയും ഹൈഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, എന്നിട്ടും എന്നെ മന്ദബുദ്ധിയാക്കുന്നത് പോലെ. അതെ, ആരാണ് മന്ദബുദ്ധി എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയണം. ഉള്ള തെളിവ് മൊത്തം ആരാണ് ആ നമ്പറിന്റെ ഉടമയെന്നും എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുക. പറയട്ടെ, ഏതുവരെ പറയും? സൈബർ സെല്ലിൽ നിങ്ങൾ വരുന്നത് വരെ പറയും, അതിനുശേഷം പറയില്ലല്ലോ. ആ ഒരു വിശ്വാസം എനിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ ഒരു കേസുമായി ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ അറ്റൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഇതുവരെ ഈ കേസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ കേസുമായിട്ട് ഇതുമായിട്ട് ഒരു കോള് എനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റേഷനിൽ തന്നെ പറഞ്ഞ ഒരു 3 ദിവസം വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി തിരക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി തിരക്കാൻ വേണ്ടി, കാരണം ഒരു ലോഡ് സൈബർ കേസുകളാണ് കിടക്കുന്നത്, മനസ്സിലായി. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി പുഷ് ചെയ്യണം. അത് നാളെ തൊട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഏറ്റവും വലിയ വിറ്റ്. ഒരു കേസ് ഇതുവരെ എന്നെ ആരും വിളിച്ചിട്ടില്ല. വിളിച്ചാൽ അറ്റൻഡ് ചെയ്യും. ഓക്കെ, എൻ്റെ കയ്യിൽ തെളിവില്ല. എൻ്റെ കയ്യിൽ തെളിവില്ല, ഞാൻ അത് നശിപ്പിച്ചു. ആര് പറയണമെന്നറിയാമോ? ശ്രീതു പറയണ, ഞാൻ അത് നശിപ്പിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവ് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അതിമോഹം മാത്രം. ഇതുപോലൊരു വണ്ടി, അതായത് ഇത് പറയുന്ന ആരുടെ അടുത്താ? സൈബർ സെല്ലിന്റെ അടുത്താ പറഞ്ഞത്. സൈബർ സെല്ലിന്റെ അടുത്ത് ഉള്ള ഫോൺ ഉൾപ്പെടെ ചിലപ്പോൾ ഫോൺ സിമ്മ് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഫോൺ കൊണ്ടുവരികയായിരിക്കും. ഞാൻ ഡിജിറ്റൽ തെളിവ് കണ്ടിട്ടുണ്ട്. അതുമല്ല, നീ വീഡിയോയിൽ പറഞ്ഞു, ഞാൻ ആ വീഡിയോ കൂടെ ഒന്ന് വെച്ചുതരാം. അത് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവര് വീഡിയോയിൽ സമ്മതിക്കുന്ന ഒരു സാധനം കേട്ടോണേ. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബിന്ദുവിന് സ്കൈപ്പ് വഴി കോൾസ് കാര്യങ്ങളെല്ലാം വരുന്നു. ഇതിൽ രാജ് ടോക്ക് ആണ് ഇത് ചെയ്തത് എന്ന് എങ്ങനെ എനിക്ക് മനസ്സിലായി, എങ്ങനെ ബിന്ദുവിന് മനസ്സിലായി? ഇയാളാണ് ഇതിന്റെ പിന്നിൽ എന്ന് മനസ്സിലാകാൻ കാരണം, ഈ ബിന്ദു എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോണിലോട്ട് പല നമ്പറിൽ നിന്നും സ്കൈപ്പ് നമ്പർ, ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് പോകുന്നതിനൊപ്പം ഈ രാജ് ടോക്കിന്റെ റിയൽ വാട്സപ്പ് നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ആ ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ വായിച്ചുതരാം. നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിന്റെ ഫോട്ടോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, കണ്ടോടി. ഇതാണ് ഈ പറയുന്ന ശ്രീതു സമ്മതിച്ചത്. ശ്രീതുവിന് ഈ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ കയ്യിലുണ്ട്. ആ മെസ്സേജിന്റെ പിന്നെ എന്താണ് പൂർണ്ണ രൂപം ശ്രീതു വായിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ശ്രീതു പറയുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവ് കിട്ടുമെന്ന് ആരും അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ആരെടുത്ത്? സൈബർ സെല്ലിന്റെ അടുത്ത്. സൈബർ സെൽ ഇത് താങ്കൾ ഈ പറയുന്ന ഈ പോസ്റ്റ് ഉൾപ്പെടെ ഞാൻ കൊണ്ട് സൈബർ സെല്ലിൽ കൊടുക്കണ്ട. ഇതാണ് നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീതു ഇട്ടിക്കുന്ന പോസ്റ്റ്. എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവ് കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതിമോഹം മാത്രം. പോലീസ് സൈബറിൽ ആര് വിളിച്ചാലും വാദിയും വക്കീലും ഞാൻ അവിടെ ഉണ്ടാകും. പിന്നെ ഞാൻ ബിന്ദു ചേച്ചിയെ പോയി കണ്ടു, ഫോണിൽ ഇപ്പോഴും ആ ചാറ്റ് ഉണ്ട്. വീണ്ടും ബിന്ദു ചേച്ചിയെ പോയി കണ്ടെന്ന് പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണ് ശരി, അത് ഇവിടെ ഇത് കള്ളത്തിനെ നമ്മളൊരു കള്ളം പറയുമ്പോൾ ആ അതിന് അടുത്ത കൂടി പറഞ്ഞിട്ട് പറയാമേ. ചാറ്റിന്റെ ഭാരതത്തിൽ കോംപ്രമൈസ് നോക്കുന്നതാ നല്ലത് മാഷേ. എന്തിന് പേടിയുണ്ടാ? ഞാൻ എന്തിന് കോംപ്രമൈസ് വെക്കണത്? അതിന് വേറെ ആള്, ഇത് ആള് വേറെയാണ്, മനസ്സിലായോ? എൻ്റെ അതിനെ നീയൊക്കെ എന്തൊക്കെ കള്ള കേസ് കൊടുത്താലും അതെങ്ങനത്തെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എന്നെ പോലീസ് വിളിക്കണേ, ഞാൻ പോലും ഒരു ദിവസം ജയിലിൽ കിടക്കും. പക്ഷെ എനിക്കെതിരെ വന്നൊരു സാധനം ഉണ്ടല്ലോ ശ്രീതു, നീ ഇത് പറയുന്നത്, ഇടുന്ന പോസ്റ്റ്, എൻ്റെ കമന്റ് ബോക്സിൽ താഴെ വന്ന് ഇട്ട സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ബിന്ദു ഇപ്പം വന്ന് കിടക്കുന്ന ഞാൻ കമാന്നൊരു അക്ഷരമുണ്ട്, അതൊക്കെ എൻ്റെ തെളിവുകളാണ്. ഞാൻ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞേട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് ആ തെളിവ് എടുക്കാൻ ഒരു മനുഷ്യനും നോക്കത്തില്ല. അതായത് നിങ്ങളൊരു ചെറിയൊരു കോമൺ സെൻസ്, ഒരു അരിയാഹാരം കഴിക്കുന്നവരാണ്. ഞാൻ പറയുന്നത് ഇത് ഇവളിൽ ഇരിക്കുന്നത് ഫേക്കാണ്. എൻ്റെ പേരിലെടുത്ത AI ക്രിയേഷനാണ്. അത് ഞാൻ കണ്ടത് ആരെയിലാണ്? ഈ പറയുന്ന ശ്രീതുവിൻ്റെ അല്ലേ കണ്ടത്. അത് എനിക്ക് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീതു അവിടെ ജെന്യൂൻ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ശ്രീതുവും കൂടി ഉൾപ്പെടെയാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ്. ശ്രീതുവിന് നല്ല പങ്കുണ്ട്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ശ്രീതു എന്ത് ചെയ്യണം? അതിനെ ഡിലീറ്റ് ചെയ്യൂ. ഇത് സൈബർ സെല്ലിലാണ് കൊണ്ടുകൊടുക്കുക, അല്ല വല്ലവർക്കും യൂട്യൂബേഴ്സിനോ അല്ലെങ്കിൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇടാനല്ല, സൈബർ സെല്ലിന് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ശ്രീതു അത് ഡിലീറ്റ്. ഇപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനത് സേഫായിട്ട് വെച്ചിരിക്കും. കാരണം സൈബർ സെല്ലിൽ ചോദിക്കുമ്പോൾ എനിക്ക് അവർ തന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ, മനസ്സിലായോ? ഞാൻ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ ശ്രീതു കൂടെ പറയുന്നത് ഞാനത് ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ചുണയുണ്ടെങ്കിൽ കണ്ടുപിടിക്കുക. അത് സൈബർ സെല്ലിന് ഇതുവരെ ഞാൻ കൊടുക്കും കേട്ടോ. ഇതുവരെ കൃത്യമായിട്ട് എല്ലാം വിശദീകരിച്ച് കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നാലും ഞാൻ നോ പ്രോബ്ലം. ഉള്ള മരത്തിൽ ഉള്ള മരത്തിൽ എല്ലാവരും കല്ലെറിയും. ഇത് ഇവളുടെ കുറെ അനുയായികളുണ്ട്, സുരേന്ദ്രൻ, പിന്നെ വേറെ ഏതോ ഒരു പ്രാന്തൻ. അവന്മാരൊക്കെ ഇങ്ങനെ ഇരുന്ന് നിരന്തരം പോസ്റ്റുകൾ ഇട്ടിട്ട് കളിക്കുന്നു. എല്ലാം ഞാൻ ആ സ്പോട്ടിൽ എനിക്ക് എല്ലാവരും അയച്ചിരുന്നുണ്ട്. ഞാൻ ഒരു കമാന്നൊരു അക്ഷരം മിണ്ടത്തില്ല. ഞാൻ എല്ലാ പോസ്റ്റും കൃത്യമായിട്ട് ഞാൻ അവിടെ സൈബർ സെല്ലിൽ എന്നെ വിളിക്കുന്നത് വരെ എനിക്ക് എന്തൊക്കെ രേഖകൾ കിട്ടും അതൊക്കെ ഞാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇന്ന്
ചിരിച്ചുകൊണ്ടൊക്കെ നിങ്ങൾ ഇടുന്നുണ്ട്. അവനെ ജയിലിൽ കയറ്റി മറ്റതാണോ മറിച്ചതാണോ എന്നൊക്കെ തിരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ കൃത്യമായ എവിഡൻസോട് വെച്ചിട്ട് താങ്കൾ ചെയ്തതൊരു വലിയൊരു സൈബർ ക്രൈമാണെന്ന് തെളിയിക്കുമ്പോഴേ അപ്പോഴാരൊക്കെ ചിരി. ഇത് ഞാൻ കൊടുത്തത് ഒരു കള്ളക്കേസ്, അത്രയ്ക്ക് മണ്ടനല്ല ഞാനിങ്ങനെ ഒരു ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ട് സൈബർ സെല്ലിൽ കൊണ്ടു കൊടുക്കാൻ ഞാനൊരു മണ്ടനല്ല എന്ന് കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. കാരണം ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, നിങ്ങളിൽ ഇരിക്കുന്നത് വ്യാജ തെളിവ് എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ 99.9% വിളക്കുമ്പോൾ മനസ്സിലാവും ആരുടെ ഭാഗത്താണ് ശരിയാ. പിന്നീട് വേറെടുത്തും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊന്ന് ഒന്ന് കുംഭസാരം നടത്തിയത്. എന്ത് കുംഭസാരമാണ് ചെയ്തു ഞാൻ നിന്റെ അടുത്ത് നടത്തിയത്? ഷഫീനെയാണ് എനിക്ക് ഇത് അയച്ചതെന്ന് പറഞ്ഞാണോ കുംഭസാരം? ആണോ? അതാണോ കുംഭസാരം? അവളെ എനിക്ക് ഇത് ചെയ്തു തന്നു, ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു, ഷബീനെയും പറഞ്ഞു. ഇതാണോ കുംഭസാരം? അതോ എനിക്കൊരു അബദ്ധം പറ്റിയപ്പോൾ എനിക്ക് മാപ്പ് തരണമെന്നും വല്ലതും പറഞ്ഞു? ചെയ്തു നിന്റെ ഈ കോംപ്രമൈസ് അവിടെ ഒരു കോംപ്രമൈസും ഇതിനകത്ത് ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ പേരിൽ തന്നെ രേണുവിൻ്റെ അടുത്ത് പറഞ്ഞു കള്ളക്കേസ് കൊടുത്തു. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഈ കേസ് ഇത് വ്യക്തമായി കണ്ട നിന്റെ നീ ഓരോ മെസ്സേജും ഓരോ പോസ്റ്റ് ഇടും തോറും നീയാണ് ഇതിനകത്ത് കുടുങ്ങുന്നത് എന്ന് മനസ്സിലാക്കാം. നമുക്ക് വേണം. ജയ് ഹിന്ദ്.